ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിനെയും 2, 3, 4 പ്രതികളെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഗവർണർ അതിൽ ഉത്തരവിട്ടു. ഷെറിൻ്റെ മോചനത്തെപ്പറ്റി വലിയ വിവാദം നേരത്തെ ഉണ്ടായിരുന്നു. അത് ഭാസ്കര കാർണവരുടെ വധത്തെ സംബന്ധിച്ച് കേരളത്തിലെ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പൊതുജനങ്ങളും മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഭാസ്കര കാർണവരുടെ ഭാര്യ അന്നമ്മ, മക്കളും എല്ലാം അമേരിക്കയിലാണ്. അവർ ഈ തറവാട് വീട് ഇവിടെ തന്നെ ഇട്ടിട്ടാണ് പോയത്. ഇളയ മകന് ബിനു പീറ്റർ എന്ന പയ്യന് ചില ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കെട്ടണം. ബിനു പീറ്ററെ കൊണ്ട് ഷെറിനെ വിവാഹം കഴിപ്പിച്ചു. ഷെറിൻ വലിയ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഈ ഓഫർ സ്വീകരിച്ചു. അമേരിക്ക കൊണ്ടുപോകണമെന്നൊരു കണ്ടീഷനും വെച്ചു. അങ്ങനെ ഭാസ്കര കാർണവരും കുടുംബങ്ങളെല്ലാം അമേരിക്കയിലാണ്. ഇവിടെ ഷെറിനായിട്ട് വലിയ വീടുമുണ്ട്. എങ്കിലും ഷെറിനെ അമേരിക്ക കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഷെറിന് ചില മോഷണ സ്വഭാവങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അവിടെ മോഷണം നടത്തിയതിന് ഷെറിനെ പിടിക്കപ്പെട്ടു. അതിനുശേഷം ഷെറിനെ അമേരിക്കയിൽ നിന്ന് മകൻ ബിനു പീറ്ററും ആയി ചെങ്ങന്നൂർ ചെറിയനാട്ട് വസതിയിലേക്ക് വന്നു. ഭാസ്കര കാർണവരും കൂടെ പോന്നു. ആ വലിയ വീടിൻ്റെ 2ാം നിലയിലാണ് ഷെറിൻ്റെ ഭർത്താവായ ബിനു പീറ്റർ താമസിക്കുന്നത്. ഭാര്യയെ വിശ്വസിച്ച് 2ാം നിലയിലാണ്. ചില അവശതകളും ശാരീരിക ബുദ്ധിമുട്ടുമുള്ള കുട്ടിയാണ്. അമേരിക്കയിൽ വെച്ച് ഒരു കുട്ടിയുണ്ടായി ഇവർക്ക്. അതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയും സംശയങ്ങളുണ്ട്. ഈ കുട്ടി ഇപ്പം പ്രായപൂർത്തിയായി അമേരിക്കയിലുണ്ട്. അവരുടെ ബന്ധുക്കളുടെ ഒപ്പമാണ്. ഈ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഷെറിന് പങ്കുണ്ടെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വെളിവായത്. അമേരിക്കയിൽ വന്ന ശേഷം ദൂർത്തടിച്ച ഒരു ജീവിതമായിരുന്നു ഇവിടെ ചെങ്ങന്നൂർ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഓർക്കൂട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി 5-6 ആൾക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് ഷെറിൻ്റെ കൂടെ ഇപ്പം തടവിന് വിധിക്കപ്പെട്ട കുറിച്ചിക്കാരനായ ഒരു വ്യക്തി, ഒരാൺ സുഹൃത്ത് ബാസിദ് അലി, കളമശ്ശേരിയുള്ള അയാളുടെ ഒരു സുഹൃത്ത് നിതിൻ, ഏലൂർ സ്വദേശി സാനു റഷീദ്, ഇവർ 3-4 പേരുമായിട്ട് ഇവർക്ക് മോശമില്ലാത്ത ബന്ധങ്ങളുണ്ടായി. അതിന് കുറിച്ചിയിലെ സ്വദേശി ബാസിദ് അലിയുമായിട്ട് മറ്റ് ബന്ധങ്ങളും ഉണ്ടായി. അതാണ് വീട്ടുകാർ സംശയിക്കുന്നത്. അവർക്കുണ്ടായ കുട്ടിയുടെ പിതൃത്വം അവർ നേരത്തെ സംശയം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഭാസ്കര കാർണവരും അന്നമ്മയും ഇവിടെ വന്ന് താമസിക്കുന്നപ്പോൾ ഇവിടെ ബാബു പീറ്റർ എന്ന മകനും അതുപോലെ തന്നെ ഷെറിനും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അഭിഹിതമായ പല ബന്ധങ്ങളും ഇവർക്കുണ്ടായി. അങ്ങനെ അത് കണ്ടെത്തി. അതോടുകൂടി ഇവർക്ക് ജന്മാവകാശമായി ഭാസ്കര കാർണവർ ആ വീടും സ്ഥലമൊക്കെ എഴുതി വച്ചിരുന്നു ധനനിശ്ചയത്തിൽ. പക്ഷേ വഴിവിട്ട ബന്ധം കണ്ടോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നി. അതോടുകൂടി ഭാസ്കര കാർണവർ ആ ധനനിശ്ചയം ക്യാൻസൽ ചെയ്തു. അതോടുകൂടി ഷെറിന് വൈരാഗ്യമായി. ഷെറിനും ഷെറിൻ്റെ കൂട്ടാളികളും ഭാസ്കര കാർണവരെ വധിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് സ്വത്ത് തട്ടിയെടുക്കാനായിരിക്കണം. വളരെ ലാവിഷായ ജീവിതമാണ്. അമേരിക്കൻ പണം വരുന്നതുകൊണ്ട് ലാവിഷായ ജീവിതമാണ് ഷെറിൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഷെറിൻ്റെ വീട്ടുകാർക്ക് സാമ്പത്തികം ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ്. മകനെ സംരക്ഷിച്ചു എന്നാണ് അവർ വിശ്വസിച്ച് കല്യാണം നടത്തി അമേരിക്ക കൊണ്ടുപോയതൊക്കെ. പക്ഷേ മോഷണ സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭാസ്കര കാർണവരെ പല സന്ദർഭത്തിൽ ഇവരെ അടിച്ചു. നല്ല മദ്യപാനിയാണ് ഷെറിന്. ഷെറിൻ്റെ കൂട്ടുകാരും 2-3 കൂട്ടുകാർക്കൊക്കെ അവർ ഒന്നിച്ചിരുന്ന് മദ്യം കഴിക്കും. ഈ വീട്ടിൽ ഭാസ്കര കാർണവരെ അടി കൊടുക്കുകയും അത് വേദനിച്ച ഭാസ്കര കാർണവർ ഇവക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന അത് അനന്തനിശ്ചയത്തിലെ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തതോട് കൂടി വൈരാഗ്യം കൂടി. അതുകൊണ്ടാണ്
കുറിച്ചിയിലുള്ള സുഹൃത്തും അയാളുടെ 2 സുഹൃത്തുക്കളോടെ ചേർന്ന് രഹസ്യമായി ഈ വീട്ടിലെത്തി ഭാസ്കര കാർണവരെ കൊന്നത്. അതിനകത്ത് തനിക്ക് പങ്കില്ല, കള്ളന്മാരാണ് കൊണ്ടത് എന്ന് ചില വാദഗതികളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഷെറിൻ കൊടുത്തിരുന്നെങ്കിലും പോലീസ് അത് വിശ്വസിച്ചില്ല. ആ ദിവസം രാത്രി 55 കോളുകൾ പുറത്തു പോയിട്ടുണ്ട്. പോലീസിന് സംശയമായി. വീട് പരിശോധിച്ചു. കള്ളന്മാരെങ്ങനെയാണ് അകത്ത് കയറിയെന്ന് കണ്ടെത്താൻ പോലീസിന് ബുദ്ധിമുട്ട് വന്നു. 2ാം നിലയിൽ ഒരു സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. അവിടെ കയറണമെങ്കിൽ അവിടെ ഏണി വെച്ചിട്ട് വേണം വെളിയിൽ നിന്ന് കയറാൻ. പക്ഷേ പോലീസ് ഒരു ഏണി അവിടെ കണ്ടു. പക്ഷേ പൊടി പിടിച്ചിരിക്കുന്ന ഏണി അടുത്ത വർഷങ്ങളിലൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ എങ്ങനെ കയറി എന്നാണ് സംശയം. ആ വീട്ടിൽ 2 പട്ടികളുണ്ട്. പട്ടി രാത്രി കുഴച്ചില്ല. ഈ കുറിച്ചിക്കാരൻ്റെ കൈവശത്ത് ആ പ്രതി അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു മോതിരം കിടന്നിരുന്നു. ആ മോതിരം അയാൾക്ക് ഇട്ടുകൊടുത്തത് ഷെറിനാണ്. ഷെറിൻ അയാളോടൊപ്പം സീരിയൽ നടന്മാരും ഒക്കെ ആയിട്ട് വലിയ ബന്ധപ്പെട്ടു. ഈ ബാസിദ് അലി സീരിയൽ നടനാണ്. അയാളോടൊപ്പം മൂന്നാറിലും അയാളോടൊപ്പം ചെന്നൈയിലൊക്കെ പോയി അടിപൊളി ഒരു ജീവിതം നടത്തിക്കൊണ്ടിരുന്നത് ആണ്. ആ ധനനിശ്ചയം ക്യാൻസൽ ചെയ്തതോടുകൂടി പ്രതികാരം തീർത്തത് കാരണവരങ്ങനെയാണ്. തന്നെ അടിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിൻ്റെ നല്ലൊരു മികവുറ്റ അന്വേഷണം ഈ കേസിനകത്തുണ്ടായി. കാരണം ഏണി ഉപയോഗിച്ചിട്ടാണ് കള്ളന്മാർ 2ാം നിലയിൽ കയറിയത് എങ്കിൽ, ആ സ്ലൈഡിങ് ബ്രേക്കിൽ കയറിയെങ്കിലും ഏണി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഫൈൻഡിങ്ങോടുകൂടി പട്ടി കുറയ്ക്കാത്തതോടുകൂടി വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്നു ആരോ. അങ്ങനെയാണ് ഷെറിലേക്ക് എത്തിയത്. ഏതായാലും ഷെറിനെയും ഷെറിൻ്റെ ആൺസുഹൃത്തുക്കളും 3 പേരെയും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. 3 ജീവപര്യന്തമാണ് ഷെറിന്. ഈ 2 ജീവിതം ഷെറിൻ്റെ പങ്കാളികൾക്കും കൊടുത്തു. 85,000 രൂപ പിഴ ഓരോരുത്തർക്ക്. 3 ജീവിതപര്യന്തം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം 14 വർഷം കഴിഞ്ഞപ്പം ഷെറിനെ മാത്രം വിടാൻ നോക്കി. അതിന് ചില മന്ത്രിമാരും ചില ആൾക്കാരും ഒക്കെ പിന്നിലും പ്രവർത്തിച്ചു എന്ന് വന്നു. അതോടുകൂടി അത് വളരെ വിവാദമായി. അമേരിക്കയിലുള്ള ഈ മകൻ ബിനു പീറ്ററിൻ്റെ ബന്ധുക്കളും അവരെ നാട്ടിലുള്ളവരും എല്ലാം ഇതിനെ എതിർത്തു. ഷെറിനെ വിടാൻ പാടില്ല. ഷെറിന് ജയിലിൽ പല പ്രശ്നക്കാരിയായിരുന്നു. പല ആൾക്കാരെ ഇവള് തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവളെ മാവേലിക്കര ജയിലിൽ കിടന്നപ്പം അവിടുന്ന് ഈ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം പലർക്കും തല്ല് കിട്ടിയുകൊണ്ട് അവിടുന്ന് മാറ്റി അവരെ അട്ടക്കുളങ്ങര ജയിലിലാക്കി. അവിടെ ഇതുപോലെ സഹതടവുകാരെ അടിക്കുകയും പിടിക്കുകയും ഷെറിൻ ചെയ്തു. അവിടുന്ന് അവസാനം കണ്ണൂർ ജയിലിലാക്കി. കണ്ണൂർ ജയിലിൽ ഇരുന്നപ്പോഴാണ് കൂടെ സ്വാധീനം ഉപയോഗിച്ചിട്ട്, എങ്ങനെയാണോ സിനിമാക്കാരുടെ സ്വാധീനമാണോ, കൂടെ ഷെറിനെ വീട്ടിൽ പോയി നിൽക്കാം ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് പരോൾ അനുവദിക്കുന്നു കൂടെ. അത് ആരുടെ സ്വാധീനം കൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. തുടക്കത്തിലെ ഷെറിനെ മാത്രം പുറത്തു വിടാനായിട്ട് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നു. മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് ആ പുറത്തേക്ക് വിടാനുള്ള പരോള് അതുപോലെ വിടുതൽ ഒക്കെ മന്ത്രിസഭ പരിഗണിച്ചത്. ഭരണഘടനയിലെ 161 അനുച്ഛേദ പ്രകാരം ക്യാബിനറ്റിൽ അധിഷ്ഠിതമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചിട്ട് ഷെറിനെ തടവ് മതിയാക്കി വിടാൻ തീരുമാനമെടുത്തു. അത് വിവാദമായി കഴിഞ്ഞപ്പം 11 പേരെ ആ കൂടെ മൊത്തം വിടാനായിട്ട് തീരുമാനമെടുത്തു. ഷെറിൻ്റെ കാമുകരായ ആ 3 പേരെയും കൂടെ ഷെറിൻ്റെ ഒപ്പം ജയിലിൽ നിന്ന് വിടാൻ തീരുമാനമെടുത്തു. കഴിഞ്ഞ ദിവസം അത് ഗവർണർ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 14 വർഷത്തിൽ കൂടുതൽ ഒരു തടവ് ശിക്ഷ അനുഭവിച്ചാൽ അവരെ ജയിലിൽ നിന്ന് മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ ജയിലിൽ നിന്ന് തടവിൽ നിന്ന് ഒഴിവാക്കി അവരെ 14 വർഷം കഴിഞ്ഞ് വിടാം. അങ്ങനെ പല ഇൻസിഡൻ്റ് ഉള്ളതുകൊണ്ട് ഷെറിനെയും കൂട്ടാളികൾക്കും കൂടെ 8 പേർ 6-7 പേർ കൂടെ 11 പേരെ ഒന്നിച്ച് വിടാനായിട്ട് ഗവർണർ ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ 11 പേരും ജയിൽ മോചിതരാകുകയാണ്. ഗവർണർ
കണക്കാക്കിയത് ഈ 14 വർഷത്തെ തടവിന് ശേഷം അങ്ങനെ വിടുന്ന പ്രസിഡൻ്റുണ്ട്. പിന്നെ ഭരണഘടനയുടെ പരമായി ഗവർണർക്ക് അധികാരമുണ്ട് ഒരു തടവുള്ളിയെ മോചിപ്പിക്കാൻ. മന്ത്രിസഭയും 160 അനുച്ഛേദ പ്രകാരം ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് 11 വരെ ജയിലിൽ നിന്ന് അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ച് അയക്കുകയാണ്. സാധാരണഗതിയിൽ ജീവപര്യന്തം മരണം വരെയാണ്. ഇവിടെ 25 വർഷം കഴിഞ്ഞവരും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം പേര് തിരുവനന്തപുരം ജയിലിലും നെട്ടുകാലത്തേരി തുറന്ന ജയിലിലും തൃശ്ശൂരൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല എന്ന പരിദേവനം പുറത്തു വരുന്നുണ്ട്. അതേസമയത്ത് ഈ 11 പേരെ ഷെറിനെ വിടാനും ഉദ്ദേശിച്ചുകൊണ്ട് ഷെറിൻ്റെ കൂട്ടുപ്രതികളെയും കൂടെ അനുവദിച്ചു. അതിനോടൊപ്പം വേറെ 6-7 പേരെയും കൂടെ അവർ തുറന്നു വിടുന്നത് ആരോപണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഷെറിനെ പോലെ ഇതുപോലെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയെ സമൂഹത്തിൽ അയച്ചാലും പ്രശ്നം ഉണ്ടാകും. കാരണം അവരെന്ന് പറയുന്ന അവൻ്റെ ഭർത്താവിൻ്റെ പിതാവിനെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ സംഘടിപ്പിച്ചതാണ്. ഹയേർഡ് ഗുണ്ടകളാണ്. അതിൽ 1-2 സീരിയൽ നടന്മാരുമായിട്ട് ഇവർക്ക് അവിഹിത ബന്ധവുമുണ്ട്. നല്ല മദ്യപാനിയാണ്. ഇവരെ പെട്ടെന്ന് കോപം വരുന്നവരാണ്. വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവിൻ്റെ പിതാവിനെ കൊല്ലാനായിട്ടും സ്വത്ത് തട്ടിയെടുക്കാനായിട്ടും ഇവരുടെ ചില അവിശുദ്ധ ബന്ധത്തിൽ കൂടിയുള്ള ആൾക്കാരുമായി ചേർന്ന് അയാളെ കൊന്നത്. ആ കൊന്ന ആൾക്ക് ജീവിതാവസാനം വരെ തടവ് സാധാരണഗതി കൊടുക്കേണ്ടതാണ്. ആ കുറ്റത്തിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സമൂഹത്തിലോട്ട് ഇറക്കി വിടുന്നത് നല്ലതല്ല. പക്ഷേ ഗവൺമെൻറ് മാറി ചിന്തിച്ചു. ഗവർണറുടെ ഒപ്പ് ലഭിച്ചു. 2009 അവരെ ശിക്ഷിച്ചത്. ഏകദേശം 15 വർഷം കഴിഞ്ഞിരിക്കുന്നു. 14 വർഷം എന്നുള്ള ലിമിറ്റും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിടുന്നതിന് നിയമപരമായ യാതൊരു തടസ്സവുമില്ല. ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം ഗവർണർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതുപോലുള്ള തടവുകാരെ പുറത്തേക്ക് വിടാൻ പാടില്ല. അവർ ചെയ്ത കുറ്റത്തിൻ്റെ ആ കാഠിന്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള തടവുകാരെ വിടാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് മാതൃകയാണത്. ഏത് കുറ്റം ചെയ്താലും എത്ര ക്രൂരമായ കുറ്റം ചെയ്താലും സ്വാധീനമുണ്ടെങ്കിൽ വെളിയിൽ പോകാം എന്നൊരു ധാരണ പുറത്തു വന്നാൽ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ആരെ കൊന്നാലും ഒന്നും പേടിക്കണ്ട, തൂക്കിക്കൊലയില്ല, ജയിൽ ശിക്ഷ 14 വർഷം കഴിഞ്ഞാൽ വെളിയിൽ വരാം. അങ്ങനെ ഒരു ധാരണ പലർക്കും ഉണ്ട്. ആ ധാരണ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്തവരെ തുറന്നു വിടുന്നത്, അല്ലെങ്കിൽ അവരെ ജയിൽ ശിക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിന്താഗതികൾ പലരും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ക്രിമിനൽസിനെ സമൂഹത്തിലേക്ക് വിടാതിരിക്കാനുള്ള ഒരു ശിക്ഷ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടും അത് വിട്ടത് ശരിയല്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം.